بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين وإمام المتقين، صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الحافظ النووي رحمه الله: الحديث السابع والثلاثون، 40 إلى 37 حديث. عن ابن عباس رضي الله عنهما عن رسول الله صلى الله عليه وسلم فيما يرويه عن ربه تبارك وتعالى. അള്ളാഹു തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്ന ഹദീസാണ്. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അള്ളാഹു തആല നന്മയും തിന്മയും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുന്നു. സുമ്മ ബയ്യന ദാലിക്. എന്നിട്ട് അള്ളാഹു അത് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നന്മയും തിന്മയും അവൻ രേഖപ്പെടുത്തുക, കണക്കാക്കുക എന്ന്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ. ആരാണോ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ മനസ്സിൽ ആലോചിച്ചത്, ഫലം യഅമൽഹ, എന്നിട്ട് അവനത് ചെയ്തില്ല, കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. അത് അല്ലാഹു തആല ഒരു പൂർണ്ണ നന്മയായി അവന്റെ പേരിൽ രേഖപ്പെടുത്തും. വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹ. ഇനി അത് ചെയ്താലോ, كتبها الله عنده 10 حسنات إلى 700 ضعف إلى أضعاف كثيرة. ആ ഒരു നന്മ മനസ്സിൽ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാര്യം അത് അല്ലാഹു 10 നന്മകളായി, അതേ പ്രവൃത്തി 10 തവണ ചെയ്തതായി രേഖപ്പെടുത്തും. അല്ലെങ്കിൽ 700 ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയൊക്കെയായി രേഖപ്പെടുത്തും. വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ. ഇനി ഒരു തിന്മ ചെയ്യാൻ വിചാരിച്ച് അത് ചെയ്യാതിരുന്നാലോ, كتبها الله عنده حسنة كاملة. അതൊരു പരിപൂർണ നന്മയായി രേഖപ്പെടുത്തും. വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹ. അത് മനസ്സിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ, പാപം ചെയ്താൽ, കതബഹ അല്ലാഹു സയ്യിഅത്തൻ വാഹിദ. ഒരു തിന്മയായി രേഖപ്പെടുത്തും. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് അഹാദീസുർ റജാ, പ്രതീക്ഷയുണ്ടാക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് റജാ, പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ പറയുന്ന കാര്യം എന്താണ്? നന്മയും തിന്മയും എങ്ങനെയാണ് അള്ളാഹു രേഖപ്പെടുത്തുക എന്ന കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നന്മയും തിന്മയും ചെയ്യുന്നവരാണ്. ഈ പ്രവൃത്തികളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അമലുകളുടെ രേഖയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം. നമ്മൾ നിരീക്ഷണത്തിലാണ്, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്, അതിന് പുറമെ എഴുതി വെക്കുന്നുണ്ട്. ഈ എഴുത്ത് നാളെ അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അങ്ങനെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹു തആല ശിക്ഷിക്കുന്നത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ആ കർമ്മങ്ങളുടെ രേഖ അവന്റെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടും. ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിന്റെ കിതാബ്, അമലുകളുടെ രേഖ നീ വായിച്ചു കൊള്ളുക. നിനക്ക് ഹിസാബ് നടത്താൻ ഇന്ന് നീ തന്നെ മതി. ഈ കിതാബ് വായിച്ചിട്ട് നീ തന്നെ പറ, എനിക്ക് ശിക്ഷ വേണോ പ്രതിഫലം വേണോ എന്ന് അവനോട് പറയപ്പെടും. അപ്പോൾ ഈ രേഖയെക്കുറിച്ച് ഇതുപോലെ പല സ്ഥലത്തും വഊദിഅ അൽ കിതാബ്, അമലുകളുടെ രേഖ തുറന്നു വെക്കപ്പെടും. വഊദിഅ അൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി. അതിലെ എഴുത്ത് കണ്ട് പാപികൾ ഭയപ്പെടുന്നത് കാണാം. അവർ പറയും, എന്താണ്? മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതുമായ ഒരു കാര്യവും ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് പറയും. അല്ല, സൂറത്ത് ജുസ് അമ്മയിൽ 3 സൂറത്തുകളിൽ ഈ അമലുകളുടെ രേഖയെക്കുറിച്ച്, സഹീഫത്തുൽ അമാൽ, മനുഷ്യന്റെ കർമ്മരേഖയെക്കുറിച്ച് പറയുന്നത് കാണാം. സൂറത്ത് ഇൻഫിത്താറിലുണ്ട്, സൂറത്തുൽ മുത്തഫിഫീൻ, സൂറത്തുൽ ഇൻശിഖാഖ്, തൊട്ടടുത്തായിട്ട് 3 സൂറത്തുകൾ. ചില ഉലമാക്കൾ ഒരു ഫായിദ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ജുസ് അമ്മ വിശദീകരിക്കുന്ന സമയത്ത് ഈ 3 സൂറത്തുകളിലും തുടർച്ചയായി അള്ളാഹു അമലുകളെക്കുറിച്ച്, അമലുകളുടെ ഈ രേഖയെക്കുറിച്ച് പറയുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. അതെന്താണ്? ആദ്യം സൂറത്തുൽ ഇൻഫിത്താറിൽ എന്ത് പറഞ്ഞു? ഇന്ന അലൈക്കും ലഹാഫിളീൻ വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ. നിങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്താൻ മലക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അമലുകൾ രേഖയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അടുത്ത സൂറത്തിൽ എന്താണ് പറഞ്ഞത്? സൂറത്തുൽ മുത്തഫിഫീനിൽ ഇന്ന കിതാബൽ ഹുജ്ജാരി ലഫി സിജ്ജീൻ, അതുപോലെ ഇന്ന കിതാബൽ അബ്റാർ ലഫി ഇല്ലിയീൻ. നന്മ ചെയ്യുന്ന ആളുകൾ, അബ്റാറുകൾ, പുണ്യവാന്മാർ, അവരുടെ രേഖ എല്ലിയീനിലാണ്. എല്ലിയീൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമാണ് എല്ലിയൂൻ.
അവിടെയായിരിക്കും നന്മ ചെയ്ത ആളുകളുടെ, സ്വാലിഹ്യങ്ങളുടെ, സ്വർഗാവകാശികളുടെ സഹീഫത്തുൽ അമാൽ, അവരുടെ അമലുകളുടെ രേഖ സൂക്ഷിക്കുക. ഇന്ന കിതാബുൽ ഫുജാരി ലഫി സിജ്ജീൻ, പാപികളുടെ അമലുകൾ എഴുതിയ കിതാബ് സൂക്ഷിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, സിജ്ജീനിലാണ്. അടുത്ത സൂറത്തുൽ ഇൻഷിഖാഖിൽ എന്ത് പറഞ്ഞു? ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആർക്കാണോ അവന്റെ അമലുകളുടെ രേഖ വലത് കൈയിൽ നൽകപ്പെടുന്നത്, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവന്റെ ഹിസാബ് എളുപ്പമായിരിക്കും, അവൻ സന്തോഷത്തോടെ അവന്റെ കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി, പിറകിലൂടെ ഇടത് കൈയിൽ പിറകുവശത്തോടുകൂടി അമലുകളുടെ രേഖ നൽകപ്പെടുന്നവൻ, അവൻ ഫസൗഫ യദ്ഉ സുബൂറ വയസ്ലാ സഈറ, അവൻ എന്റെ നാശമേ എന്ന് പറയും, നരകത്തിൽ പ്രവേശിക്കും. ഈ മൂന്ന് സൂറത്തിലും അമലുകളുടെ ഈ രേഖയെക്കുറിച്ച്, അത് എഴുതപ്പെടുന്ന ഈ കിതാബിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് 3 രീതിയിൽ. ആദ്യത്തെ സൂറത്തിൽ ഈ രേഖ ദുനിയാവിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. ദുനിയാവിൽ അത് എഴുതപ്പെടുന്നതിനെ കുറിച്ച്, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, അവർ എഴുതുന്നത് ദുനിയാവിലാണ്, നിങ്ങളുടെ അടുത്ത് എഴുതുന്ന മലക്കുകളുണ്ട് എന്ന് പറഞ്ഞു. മലക്കുകളോട് നിന്നാണ് എഴുതുന്നത്, ദുനിയാവിൽ വെച്ചാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ അടുത്ത സൂറത്തിൽ പറഞ്ഞത് ഈ രേഖ ബർസഖിൽ എവിടെയായിരിക്കും എന്നാണ്. ബർസഖിൽ ഈ രേഖയുടെ അവസ്ഥ എന്തായിരിക്കും? സ്വർഗത്തിലും നരകത്തിലുമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അടുത്ത സൂറത്തിൽ ആഖിറത്തിൽ, ബർസഖും കഴിഞ്ഞ് ഖിയാമത്ത് കഴിഞ്ഞ് മഹ്ശറിൽ വെച്ച് ഈ രേഖ നൽകപ്പെടുന്ന രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ രേഖയുടെ 3 അവസ്ഥകളെ കുറിച്ചാണ് ഈ 3 തൊട്ടടുത്തായിട്ടുള്ള സൂറത്തുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല ഇത്രയധികം വ്യത്യസ്തമായ രീതിയിൽ, വിശദമായ രീതിയിൽ ഈ രേഖയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്തിനാണ്? അതിനെക്കുറിച്ചുള്ള ബോധവും ഓർമ്മയും നമുക്കുണ്ടാവണം. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിദ്യാർത്ഥിയായ ഒരാളാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ സെമസ്റ്ററിലും ഇങ്ങനെ പോയിന്റ് കൂടുന്നത് കുറയുന്നത് വളരെ വിഷമത്തോടെ ആയിരിക്കും അവൻ നോക്കി കാണുന്നത്. അത് ഗൗരവത്തിലെടുക്കും. തീരെ പഠിക്കാത്ത, പഠനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണെങ്കിലും, ഇതൊക്കെ നിസ്സാരമായി പരിഹാസത്തിൽ കാണുന്നവനാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് കൂടിയെങ്കിൽ എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പം അവനവൻ്റെ പ്രവൃത്തിയുടെ റിസൾട്ട് കാണുമ്പോൾ അത് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. കച്ചവടത്തിലാണെങ്കിലും നമ്മുടെ റിസൾട്ട് അത് രേഖയായി വരുമ്പോൾ അതിൽ പുരോഗതി ഉണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്, ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. ഇതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മുടെ അമലുകളുടെ ഒരു രേഖയുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ, അത് മനസ്സിൽ കണ്ടാൽ അത് നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് പല രൂപത്തിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ചത്. അത് എഴുതുന്ന മലക്കുകൾ അവർ രാവിലെയും വൈകുന്നേരവുമാണ് വരികയും പോവുകയും ചെയ്യുന്നത്. ആ സമയത്താണ് ഫജ്റും അസ്റും ജമാഅത്ത് നടക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ രേഖയിൽ എങ്ങനെയാണ് അള്ളാഹു തആല ഓരോ കാര്യം രേഖപ്പെടുത്തുന്നത് എന്ന കാര്യമാണ് ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. ആ വിശദീകരണം നമുക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്ന രൂപത്തിലാണ്. അതാണ് ഇത് ഹദീസ് റജായിൽപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത്തരം ഹദീസുകളെ കുറിച്ച് അൽ ഹദീസുൽ ഖുദ്സി എന്ന് പറയും. എന്താണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് പറഞ്ഞാൽ? ഖുദ്സ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധി എന്നാണ്. പരിശുദ്ധനായ അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് അൽ ഖുദ്ദൂസ് എന്നുള്ളത്. അങ്ങനെയുള്ള റബ്ബ് പറഞ്ഞ കാര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മുൻഗാമികൾ ഈ വാക്ക് കൂടുതലും ഉപയോഗിച്ചിട്ടില്ല. അധികവും മുൻഗാമികൾ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അൽ ഹദീസുൽ ഇലാഹി എന്നാണ്. അള്ളാഹു പറഞ്ഞിട്ടുള്ള ഹദീസ് എന്നർത്ഥത്തിൽ. ഇനി ഹദീസ് ഖുദ്സിയും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് അള്ളാഹുവിന്റെ സംസാരമാണ്, പക്ഷെ അള്ളാഹിന്റെ സംസാരം തന്നെയാണ് ഖുർആനും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചില ആളുകൾ പറയുന്നത് കാണാം, ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിൽ നിന്നും അതിന്റെ വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, ഖുർആൻ അതിന്റെ ആശയവും അതുപോലെ തന്നെ പദങ്ങളും അള്ളാഹുവിൻ്റെതാണ്. ഇങ്ങനെ വേർതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. ഇത് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതല്ല. നേരെ മറിച്ച് കൂടുതൽ ശരിയായത് ഖുദ്സിയായ ഹദീസിന്റെയും ആശയവും പദങ്ങളും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ്. കാരണം ഖാല അല്ലാഹു തബാറക തആല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്ക് ആ പറഞ്ഞ ആളുടേതാണ്. പിന്നെ അല്ല എന്നുള്ളതിന് വല്ല തെളിവും വേണം. അങ്ങനെ യാതൊരു തെളിവുമില്ല. അപ്പോൾ ഖുദ്സിയായ ഹദീസുകളും അള്ളാഹുവിന്റെ വാക്കുകൾ തന്നെയാണ്, അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്താണ്? ചില കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഒന്ന്, അത്തഅബ്ബുദു ബിത്തിലാവ, ഓതുന്നത് ഒരു ഇബാദത്തല്ല. ഖുദ്സിയായ ഹദീസ് അതിങ്ങനെ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇബാദത്തല്ല. ഖുർആൻ ഓതുന്നത് ഇബാദത്താണ്. ഖുർആന്റെ അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതിന് പ്രതിഫലമുണ്ട്, അത് ഇബാദത്താണ്. രണ്ടാമത്തേത് തഹദ്ദി, വെല്ലുവിളി. വിശുദ്ധ ഖുർആൻ അള്ളാഹു വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. ഖുർആൻ പോലെ ഒരു കിതാബ് കൊണ്ടുവരാൻ, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ. അതുപോലെ ഖുദ്സിയായ ഹദീസിനെ കൊണ്ട് വെല്ലുവിളിച്ചിട്ടില്ല. ഇതുപോലെ ഒരു സംസാരം കൊണ്ടുവരാൻ അള്ളാഹു തആല കുഫാറുകളെ വെല്ലുവിളിച്ചിട്ടില്ല. മൂന്നാമത്തെ വ്യത്യാസം ഇതിന്റെ സനദിന്റെ കാര്യമാണ്.
ഖുദ്സിയായ ഹദീസുകൾ എല്ലാം സഹീഹാവണമെന്നില്ല. ചിലപ്പോൾ ദഈഫാവാം, ചിലപ്പോൾ അതിനേക്കാൾ മോശമാവാം. എന്നാൽ ഖുർആൻ മുത്തവാത്തിറാണ്. ഖുർആനിൽ ഓരോ ഹർഫും സഹീഹാണെന്ന കാര്യത്തിൽ ഉമ്മത്ത് ഏകോപിച്ചിട്ടുള്ളതാണ്. ഈ 3 വ്യത്യാസങ്ങളാണുള്ളത്. ഇനി അടുത്ത മസ്അല, ഈ ഹദീസിന്റെ ആശയം മനസ്സിലാക്കുമ്പോൾ വായിക്കുമ്പോൾ കാണാവുന്ന ഒന്നാമത്തെ കാര്യം, ഈ ഹദീസിൽ നന്മകളും തിന്മകളും മനസ്സിൽ വിചാരിക്കുന്നതിന്റെയും പ്രവർത്തിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യം വിശദീകരിച്ചു. ഒന്നാമത് നന്മയുടെ കാര്യം നോക്കാം. ഒരാൾ ഒരു നന്മ ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചു, എന്നിട്ട് അത് അവൻ പ്രവർത്തിച്ചില്ല. മനസ്സിൽ വെറുതെ വിചാരിച്ചിട്ടേ ഉള്ളൂ, അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അവന് പ്രതിഫലമുണ്ടോ? അവൻ പ്രതിഫലമില്ല. ഈ ഹദീസിൽ പറഞ്ഞതോ? ഈ ഹദീസിൽ പറയുന്നത് ഒരു നന്മ ചെയ്യാൻ അവൻ തീരുമാനിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു. അസ്മ് എന്ന് പറയുന്ന ഒരു വാക്ക് അറബിയിലുണ്ട്, അത് ഹമ്മ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഈ ഹദീസിൽ സംസാരിക്കുന്നത്. മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്തു, ആ നന്മ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ചെയ്ത് അതിന് അവനെ കൊണ്ട് സാധിക്കുന്ന സബബുകളൊക്കെ അവൻ സ്വീകരിച്ചു. ആ പ്രവൃത്തി ചെയ്യാൻ, നന്മ ചെയ്യാൻ വേണ്ട വഴികളൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് അവന് അതിന് സാധിച്ചില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പൂർണ്ണമായ പ്രതിഫലം നൽകും. ഒരാൾക്ക് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി അയാൾ ശ്രമിച്ചു, അതിനുവേണ്ടി ദുആ ചെയ്തു. അയാളെ കൊണ്ട് സാധിക്കുന്ന സബബുകൾ, എല്ലാ സബബുകളും ചെയ്യണമെന്നില്ല. എല്ലാ സബബും ചെയ്താൽ പിന്നെ ആ പ്രവൃത്തിയോടെ നടക്കും. ഹജ്ജ് ചെയ്യാൻ വേണ്ട സമ്പത്തൊക്കെ അയാൾ ശേഖരിച്ചു, യാത്ര പുറപ്പെട്ടു. അങ്ങനെ വിചാരിക്കാത്തൊരു കാരണം കൊണ്ട്, അയാളുടെ കണക്കിന് പുറത്തുള്ള ഒരു കാരണം കൊണ്ട് യാത്ര മുടങ്ങി. അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി അവനെ കൊണ്ട് കഴിയുന്ന സബബുകൾ ചെയ്തു. ഹജ്ജിന് വേണ്ട സബബ് അയാൾക്ക് സാധിക്കുന്ന, സാമ്പത്തികമായി ഒന്നുമില്ലാത്തയാളാണ്, അയാൾ ദുആ ചെയ്തു. അതാണ് അയാളെ കൊണ്ട് കഴിയുന്ന സബബ്. മനസ്സിൽ ആഗ്രഹിച്ചു, ഉറപ്പിച്ചു, എനിക്ക് അതിനുള്ള പണം കയ്യിൽ വന്നാൽ ഞാൻ ഹജ്ജ് ചെയ്യും എന്ന് ഉറപ്പിച്ചു. അതാണ് അസ്മ് എന്ന് പറയുന്നത്, ദൃഢനിശ്ചയം. നേരെ മറിച്ച് ഒരാളങ്ങനെ വെറുതെ ഹജ്ജ് ചെയ്യണം, നല്ല കാര്യമാണ്, ഹജ്ജ് ചെയ്യണം എന്ന് മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, അതിൽ ദൃഢനിശ്ചയമില്ല, ഉറപ്പില്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അസ്മിനാണ് പ്രതിഫലമുള്ളത്, പരിപൂർണമായ പ്രതിഫലമുള്ളത്. കാരണം ഒരു ഹദീസിൽ ഈ വിഷയം വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ വിചാരിച്ചതോടുകൂടി പ്രതിഫലം കിട്ടുമോ, അതല്ല ഉറപ്പിക്കണോ എന്നുള്ള കാര്യമൊക്കെ വിശദീകരിച്ചിട്ട് ഒരു ഹദീസിൽ കാണാം. അബൂ കബ്ഷ അൽ അൻമാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ദുനിയ ലി അർബഅത്തി നഫർ. 4 പേരാണ് ദുനിയാവിലുണ്ടാവുക. ദുനിയാവിലുള്ള ആളുകൾ 4 തരത്തിലായിരിക്കും. അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമ. ഒരു അടിമക്ക് അള്ളാഹു പണവും കൊടുത്തു, ഇൽമും കൊടുത്തു. ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു വ യസ്ലു ഫീഹി റഹിമ. അവൻ ഈ പണം കൊണ്ട് തഖ്വയോടെ ജീവിക്കുന്നു, അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കുന്നു, കുടുംബബന്ധം ചേർക്കുന്നു. ഇങ്ങനെ ഈ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു. യഅലമു ലില്ലാഹി ഫീഹി ഹഖൻ. ഈ സമ്പത്തിൽ അള്ളാഹുവിനൊരു ഹക്കുണ്ട് എന്ന് അവന് ഓർമ്മയുണ്ട്. വഹാദാ ബി അഫ്ദലിൽ മനാസിൽ. ഇതാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം. സമ്പത്തുകൊണ്ട് അറിവുമുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഈ സമ്പത്ത് ചെലവഴിക്കുന്നു. വഅബ്ദുൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖ്ഹു മാലൻ. ഒരാൾക്ക് ഇൽമുണ്ട്, നന്മയും തിന്മയും എന്താണെന്ന് അറിയാം, പക്ഷെ അവന്റെ കയ്യിൽ സമ്പത്തില്ല, ആ നന്മകൾ ചെയ്യാനുള്ള സബബ് അവന്റെ കയ്യിലില്ല. ഫഹുവ സാദിഖുൻ നിയ്യ. വിശ്വാസം ഉപയോഗിച്ച് വാക്ക് നോക്കൂ. അവൻ ചെറുതായി ഇങ്ങനെ മനസ്സിൽ നന്മയെക്കുറിച്ച് ദൂരെ നിന്ന് ആലോചിച്ചെന്നല്ല പറയുന്നത്. സാദിഖുൻ നിയ്യ, അവന് സിദ്ഖുണ്ട്, അവൻ ഉറപ്പിക്കുന്നുണ്ട് നന്മകൾ ചെയ്യണമെന്ന്. യഖൂൽ, അവൻ പറയും, ലൗ അന്ന ലീ മാലൻ. ആദ്യം പറഞ്ഞ ആളെപ്പോലെ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ ല അമിൽതു ബി അമലി ഫുലാൻ, അവനെപ്പോലെ ഞാൻ ചെയ്യുമായിരുന്നു. അവൻ ചെയ്യുന്ന ഈ കുടുംബബന്ധം ചേർക്കലും, അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കലും, അതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കലും, ഇതൊക്കെ ഞാനും ചെയ്യുമായിരുന്നു. ഫഹുവ ബിനിയ്യതിഹി വ അജ്റുഹുമാ സവ. അവന്റെ നിയ്യത്ത് കാരണം അവർ രണ്ടുപേരും ഒരേ പ്രതിഫലം നേടുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആളെ പോലെയുള്ള പ്രതിഫലം ഈ രണ്ടാമത്തെ ആൾക്കും ഉണ്ടാകും. അടുത്ത ഒരു തെളിവ് ഇതേ കാര്യത്തിൽ, നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ആ നന്മ ചെയ്ത പ്രതിഫലം ഉണ്ടാകും എന്നതിന് മറ്റൊരു തെളിവ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം. മൻ തവല്ലഅ ഫഅഹ്സന വുളൂഅ. ആരാണ് വുളൂ ചെയ്തത്, എന്നിട്ട് ആ വുളൂ നല്ല രൂപത്തിൽ പൂർത്തിയാക്കി, സുമ്മ റാഹ, പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫവജദ അന്നാസ ഖദ സല്ലൗ. പള്ളിയിലെത്തിയപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അഅതാഹു അല്ലാഹു അസ്സ വജല്ല മിസ്ല അജ്രി മൻ സല്ലഹ വഹദറഹ.
ആ ജമാഅത്തിൽ പങ്കെടുത്തവരുടെ തുല്യമായ പ്രതിഫലം അള്ളാഹുവിനും കൊടുക്കും. അപ്പോൾ ഉദു എടുത്തു, അത് അവനെ കൊണ്ട് കഴിയുന്ന സബബാണ്. പുറപ്പെട്ടു പള്ളിയിലേക്ക് പോയി, അവനെ കൊണ്ട് കഴിയുന്ന സബബാണ്. ആ സബബുകളൊക്കെ ചെയ്തു, പക്ഷെ ജമാഅത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ സംഭവിച്ചാൽ അവന് അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ അവസ്ഥ നന്മയുടെ കാര്യത്തിൽ. ഒന്നാമത്തേത് മനസ്സിൽ വെറുതെ നന്മയെക്കുറിച്ച് പകൽ സ്വപ്നം എന്ന് പറയുന്ന പോലെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു, അതിന് ഒന്നുമില്ല. രണ്ടാമത്തേത് ഉറച്ച തീരുമാനം, സ്വാദിഖുന്നിയ്യ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ആ നന്മ ചെയ്ത പ്രതിഫലം നൽകും. മൂന്നാമത്തേത്, ഒരാൾ മനസ്സിൽ വിചാരിച്ചു, അത് പ്രവർത്തിക്കുകയും ചെയ്തു. ഹജ്ജ് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്, അതിനുവേണ്ട സബബുകളൊക്കെ സ്വീകരിച്ചു, അത് പൂർത്തിയായി, ഹജ്ജ് ചെയ്തു. അങ്ങനെയാണെങ്കിലോ അള്ളാഹു തആല അവന് ആശറത്തു അളാഫ് ഇലാ അളാഫിൻ കസീറ, 10 മുതൽ കൂടുതൽ പ്രതിഫലം നൽകും. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 10 ഇരട്ടിയാണ്. ഒരാളൊരു നന്മ ചെയ്താൽ, ഒരാൾ ഒരു തുക, ഒരു 10 ദിർഹം സ്വതക്ക ചെയ്തു, അവൻ 100 ദിർഹം സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹുവിന് കൊടുക്കും. പിന്നെയാണ് മുളാഫത്ത്, അത് അതിന്റെ ഇരട്ടിയാവാം, 700 വരെയാകാം, 700-ൽ കൂടുതലാവാം. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ആ ചെയ്ത പ്രവൃത്തിയുടെ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു തആല നൽകും. അപ്പൊ ഇതാണ് 3 ദർജകൾ. നന്മ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരാൾ ഒരു നന്മ ചെയ്താൽ മലക്കുകൾ അത് രേഖപ്പെടുത്തുന്നത് ഈ അടിസ്ഥാനത്തിലായിരിക്കും. അടുത്തത് തിന്മ ചെയ്യുമ്പോഴോ, ഒന്നാമത്തെ അവസ്ഥ, ഒരാൾ തിന്മ ചെയ്യാൻ മനസ്സിൽ വിചാരിച്ചു, അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്യും? ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അത് കതബഹ അല്ലാഹു സയ്യിഅതൻ വാഹിദ, ഒരു തിന്മയായി രേഖപ്പെടുത്തും. ഒരാൾ എന്തെങ്കിലും ഒരു തിന്മ, ഒരു ഹറാമായ കാഴ്ച, ഹറാമായ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കുക, എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ മനസ്സിൽ വിചാരിക്കുകയും അത് ചെയ്യുകയും ചെയ്താൽ അതിന് ഒരു പാപം അവന്റെ പേര് രേഖപ്പെടുത്തും. മുളാഫത്തില്ല, അത് ഇരട്ടിയായി രേഖപ്പെടുത്തുകയില്ല. രണ്ടാമത്തെ അവസ്ഥ, ആ തെറ്റ് ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ചു, അസ്മ്, നമ്മൾ നന്മയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ മനസ്സിൽ ഉറപ്പിച്ചു, അതിന് വേണ്ട സബബുകളൊക്കെ ചെയ്തു. പക്ഷേ അവൻ പ്രതീക്ഷിക്കാത്ത ഒരു കാരണം കൊണ്ട് അത് പൂർത്തിയായില്ല, ചെയ്യാൻ സാധിച്ചില്ല. ഒരാൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ, ഒരു സിനിമക്ക് പോകാൻ തീരുമാനിച്ചു, പോയി നോക്കിയപ്പോൾ അന്ന് അവധിയാണ്, തിയേറ്ററില്ല. അല്ലെങ്കിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും ഒരു തിന്മ, ഒരു പാപം ചെയ്യാൻ വേണ്ടി എല്ലാ തീരുമാനവും എടുത്തു, അതിനുവേണ്ട സബബുകളൊക്കെ സ്വീകരിച്ചു, ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ സംഭവിച്ചാലോ? അങ്ങനെ സംഭവിച്ചാൽ അത് അവന്റെ പേര് രേഖപ്പെടുത്തും, ഒരു പാപമായി രേഖപ്പെടുത്തും. ഈ ഹദീസിൽ പറഞ്ഞത് എന്താണ്? ഈ ഹദീസിൽ പറഞ്ഞത് തിന്മ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് നന്മയെ രേഖപ്പെടുത്തുമെന്നാണ്. പക്ഷെ അത് ഈ ആളെക്കുറിച്ചല്ല പറയുന്നത്, തുടർന്ന് വരും ഇൻഷാ അല്ലാഹ്. അതാരെക്കുറിച്ചാണെന്നുള്ളത് നമ്മൾ തുടർന്ന് പറയും. അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ച് വേണ്ട സബബുകളൊക്കെ സ്വീകരിച്ച് അവൻ പ്രതീക്ഷിക്കാതെ അത് മുടങ്ങിപ്പോയാൽ അതൊരു തിന്മയായി രേഖപ്പെടുത്തും. അതിനുള്ള തെളിവ് എന്താണ്? ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമ, രണ്ട് മുസ്ലിമായ സഹോദരങ്ങൾ അവർ വാളുമായി പരസ്പരം ഏറ്റുമുട്ടി, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, ഒരാൾ കൊന്നവനും മരിച്ചവനും നരകത്തിലാണ് എന്ന് പറഞ്ഞു വിശ്വാസം. അപ്പോൾ ഒരു പാപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ചെയ്തവൻ നരകത്തിലാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അവൻ നരകത്തിൽ ശാശ്വതനാണ് എന്നല്ല. മുസ്ലിം ആണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും അവന്റെ അവധി കഴിഞ്ഞാൽ. ഇനി അവൻ താൽക്കാലികമായിട്ടെങ്കിലും നരകത്തിൽ പ്രവേശിക്കും എന്നും ഉറപ്പില്ല. അവൻ നരകം അർഹിക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ ഇവർ രണ്ടുപേരും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹാദൽ ഖാതിൽ, ഈ കൊലപാതകിയുടെ കാര്യം വ്യക്തമാണ്, അവൻ നരകം അർഹിക്കുന്നുണ്ട്. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഹു ജഹന്നം, ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫമ ബാലുൽ മഖ്തൂൽ, മരിച്ചവന്റെ അവസ്ഥ എന്താണ്? കൊല്ലപ്പെട്ടവനോ? അവൻ നരകത്തിലാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവൻ മറ്റവനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു, അത് സാധിച്ചില്ലെന്ന് മാത്രം. അതിനു മുമ്പ് മറ്റവൻ ഇവനെ കൊന്നു, അല്ലെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനമെടുത്താൽ അത് സാധിച്ചിട്ടില്ലെങ്കിലും ആ പാപം രേഖപ്പെടുത്തും. ഇതറിയപ്പെട്ട കാര്യമാണ്, ഖുർആനിൽ ഇതിന് തെളിവുകളുണ്ട്. നമുക്കറിയാം, സൂറത്ത് അൽ ഖലമിൽ ആ തോട്ടക്കാരുടെ സംഭവം അൽ മുഫസ്സിരിങ്ങൾ പറയുന്നത് യമനിലായിരുന്നു ആ തോട്ടം എന്നാണ്. ഒരു സമ്പന്നനായ ആളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വലിയ തോട്ടവും ധാരാളം വിളവുകളുമുണ്ട്. എല്ലാ വർഷവും വിളവെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം സാധുക്കൾക്ക് സക്കാത്തും സദഖയും ഒക്കെ ആയി സഹായിക്കുമായിരുന്നു. അങ്ങനെ ഈ വ്യക്തി സാലിഹായി മനുഷ്യൻ മരിച്ചുപോയി, മക്കൾ സമ്പത്തൊക്കെ ഏറ്റെടുത്തു. അവർ പറഞ്ഞു, മിസ്കീന്മാരൊക്കെ ഈ വിളവെടുക്കുന്ന വിവരമറിഞ്ഞ് അവിടെ വരുന്നതിന് മുമ്പായി പുലർച്ചെ അതിരാവിലെ പോയി വിളവെടുത്ത് നമുക്ക് മടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറപ്പെട്ടപ്പോഴേക്കും അവരുടെ തോട്ടം അല്ലാഹു നശിപ്പിച്ചു. ഇതാണ് ചുരുക്കം. സൂറത്തുൽ ഖലമില്
ഇന്ന ബലൗനഹും കമ ബലൗന അസ്ഹാബൽ ജന്നത്തി എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ അള്ളാഹു തആല ഇതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അവർ തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ അള്ളാഹു അവരെ ശിക്ഷിച്ചു. ആ തോട്ടം നശിപ്പിക്കുക എന്നുള്ളത് അതിന് കാരണം എന്തായിരുന്നു? സാധുക്കൾക്ക് അവരുടെ അവകാശം തടയുക എന്നുള്ളതായിരുന്നു. തടയുന്നതിന് മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവരെ അവിടെ അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തു. അപ്പോൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ച് അതിന് വേണ്ട അവനവനെ കൊണ്ട് കഴിയുന്ന സബബുകളൊക്കെ സ്വീകരിക്കുകയും പിന്നീട് അത് മുടങ്ങുകയും ചെയ്താൽ അത് അവന്റെ പേരിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അബൂ കബ്ഷ അൽ അൻമാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അതിൽ നമ്മൾ രണ്ടു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമ ദുനിയ ലി അർബഅത്തി നഫർ, ഈ ദുനിയാവിലെ ജീവിതം 4 പേർക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ആളുകൾ 4 തരത്തിലായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യത്തെ 2 ആൾക്കാരെ കുറിച്ച് വായിച്ചു. തുടർച്ചയായി ആ ഹദീസിന്റെ ബാക്കി എന്താണ്? വറജുലുൻ ആതാഹു അല്ലാഹു മാലൻ വലം യുഅതിഹി ഇൽമ, ഒരു മനുഷ്യന് അല്ലാഹു സമ്പത്ത് കൊടുത്തു. അല്ലെ, ആദ്യം 2 പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് സമ്പത്തും അറിവുമുള്ളയാൾ, പിന്നെ അറിവുണ്ട് സമ്പത്തില്ല. ഇവർ 2 പേരും സ്വാലിഹ്യങ്ങളാണ്, അവർക്ക് ഒരേ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു. അടുത്തത് റജുലുൻ ആതാഹു അല്ലാഹു മാലൻ, ഒരാൾക്ക് പണമുണ്ട്, വലം യുഅതിഹി ഇൽമ, ഇൽമില്ല. ഇത് ഭയങ്കര മുസീബത്താണ്. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഹുവ യഖ്ബിതു ഫീ മാലിഹി, അവൻ അവന്റെ ഈ സമ്പത്ത് കൊണ്ട് പഴച്ചു പോയിരിക്കുന്നു. യഖ്ബിതു എന്ന് പറഞ്ഞാൽ കാല് നിലത്തുറക്കാതെ നടക്കുന്ന ഒരാളുടെ അവസ്ഥക്കാണ് ഹബ്ത്ത് എന്ന് പറയാം. അപ്പൊ അവനിങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. അവന്റെ സമ്പത്ത് എവിടെ കൊണ്ടുപോയി ചെലവഴിക്കണമെന്നറിയാതെ അവൻ അനാവശ്യവും ഹറാമുകളും ഒക്കെ ആയ മാർഗങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യുൻഫിഖുഹു ഫി ഗൈരി വജ്ഹിഹി, സമ്പത്ത് ചെലവഴിക്കേണ്ട രീതിയിലല്ല അവൻ ചെലവഴിക്കുന്നത്. 4-ാമത്തെ ആള് വറജുലുൻ ലം യുഅതിഹില്ലാഹു ഇൽമൻ വലാ മാല, 4-ാമത്തവന് ഇൽമുമില്ല, ദീനുമില്ല, സമ്പത്തുമില്ല. ഇവിടെ ഇൽമു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനാണ്, അടിസ്ഥാനപരമായ അറിവ്, നന്മയും തിന്മയും വേർതിരിച്ച് അറിയാനുള്ള കഴിവ്. അതുമില്ല, സമ്പത്തുമില്ല. അവനെന്ത് ചെയ്യുന്നു? യഖൂലു ലൗ കാന ലീ മിസ്ലു മാ ലിഹാദ, ഈ 3-ാമത്തവനെ കുറിച്ച് 4-ാമത്തെ ആൾ പറയാണ്, ഈ 3-ാമത്തവൻ അവന്റെ കയ്യിലുള്ളതുപോലെ എനിക്ക് പണം കിട്ടിയിരുന്നെങ്കിൽ അമിൽ തുഫീഹി മിസ്ലല്ലദീ അമൽ, അവനെ പോലെ എനിക്കും ചെയ്യാമായിരുന്നു. 2-ാമത്തെ ആള് 1-ാമത്തവനെ പോലെ ആവാനാണ് ആഗ്രഹിക്കുന്നത്, 4-ാമത്തവൻ 3-ാമത്തവനെ പോലെ ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവൻ ചെയ്യുന്ന പോലെ ഹറാമുകളൊക്കെ എനിക്കും ചെയ്യാമായിരുന്നു എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. ഫഹുമാ ഫിൽ വിസ്രി സവാ, അവർ 2 പേരും പാപത്തിൽ തുല്യരാണ്, ഒരേ സ്ഥാനമാണ്. ആദ്യത്തെ 2 പേരും ഒരുപോലെയാണ്, അവസാനത്തെ 2 പേരും ഒരേപോലെയാണ്. അപ്പൊ ഇതാണ് 2-ാമത്തെ അവസ്ഥ പാപത്തിന്റെ കാര്യത്തിൽ. നന്മയുടെ കാര്യത്തിൽ നമ്മൾ 3 അവസ്ഥകൾ പറഞ്ഞു, പാപത്തിന്റെ കാര്യത്തിൽ 2 അവസ്ഥകൾ പറഞ്ഞു. ഒന്ന്, പാപം ചെയ്യാൻ തീരുമാനിച്ച് ചെയ്തു ഒരു പാപം. 2-ാമത്തേത് പാപം ചെയ്യാൻ തീരുമാനിച്ചു, ചെയ്യാൻ സാധിച്ചില്ല, തീരുമാനിച്ചുറച്ച് ശ്രമിച്ചു, സാധിച്ചില്ല. 2 പേർക്കും ഒരു പാപമായി രേഖപ്പെടുത്തും. 3-ാമത്തെ അവസ്ഥ, പാപം ചെയ്യാൻ തീരുമാനിച്ചു, അതിനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു, 2-ാമത്തവനെ പോലെ തന്നെ. പക്ഷെ 2-ാമത്തവൻ പാപം ഉപേക്ഷിച്ചത് സാധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ 3-ാമത്തവൻ ഈ പാപം ഉപേക്ഷിച്ചത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്. ആ തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അതിന്റെ ഇടയിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നു, അവൻ അതിൽ നിന്ന് മടങ്ങി. ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാലത്തുൽ മലായിക, മലക്കുകൾ അള്ളാഹുവിനോട് പറയും, റബ്ബി ദാക അബ്ദുക് യുരീദു അൻ യഅമല സയ്യിഅ, നിന്റെ അടിമ ഇന്നാലിന്ന വ്യക്തി അവൻ ഒരു തെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും. വഹുവ അബ്സറു ബിഹി, അള്ളാഹുവിന് ഈ അടിമയെ വ്യക്തമായി കാണാം, അഥവാ മലക്കുകൾ പറഞ്ഞിട്ട് വേണ്ട, അള്ളാഹുവിന് ഇവന്റെ അവസ്ഥ അറിയാൻ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മലക്കുകൾ ഇങ്ങനെ പറയും. ഫഖാല, അപ്പൊ അള്ളാഹു തആല പറയും, ഉർഖുബൂഹു, അവന്റെ പേരിൽ ആ പാപം നിങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് കുറച്ച് ക്ഷമിക്കുക. ഫഇൻ അമിലഹാ ഫക്തുബൂഹാ ലഹു ബിമിസ്ലിഹാ, അവൻ ആ പാപം ചെയ്യാനുള്ള വഴിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, അതവൻ ചെയ്തു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളുക. വഇൻ തറകഹാ, ഇനി അവൻ ചെയ്തിട്ടില്ലെങ്കിലോ, അവൻ മടങ്ങിയാലോ, ഫക്തുബൂഹാ ലഹു ഹസന, അത് ഒരു നന്മയെ രേഖപ്പെടുത്തുക. കാരണം അല്ലാഹു തആല പറയുന്നു, ഇന്നമാ തറകഹാ ജറാഇ, എന്നെ പേടിച്ചിട്ടാണ് അവൻ അത് ഉപേക്ഷിച്ചത്. അപ്പൊ എന്നെ പേടിച്ച് ഉപേക്ഷിച്ചാൽ അതൊരു നന്മയെ രേഖപ്പെടുത്തുക എന്നർത്ഥം. അപ്പൊ 3-ാമത്തെ ആൾക്ക് അവൻ ഉപേക്ഷിച്ച പാപം ഒരു പുണ്യമായിട്ടാണ് അല്ലാഹു തആല രേഖപ്പെടുത്തുക. ഇനി പാപത്തിന്റെ കാര്യത്തിൽ 4-ാമത്തെ ഒരു കൂട്ടർ കൂടിയുണ്ട്. നന്മയുടെ കാര്യത്തിൽ 3 ആളുകളെ കുറിച്ച് പറഞ്ഞു, തിന്മയുടെ കാര്യത്തിൽ 3 ആളുണ്ട്. ഇനി തിന്മയുടെ കാര്യത്തിൽ 4-ാമത്തെ ഒരു വിഭാഗം ഒരു പാപം ചെയ്യാൻ ആലോചിച്ചു. നന്മയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു നന്മ ചെയ്യാൻ ആലോചിച്ചിട്ട് അത് ചെയ്തില്ല, ഉറച്ച തീരുമാനമൊന്നും എടുത്തിട്ടില്ല, കേവലം അതിനെക്കുറിച്ച് ചിന്തിച്ചു, പിന്നെ അത് മറന്നു. അതുപോലെയാണെങ്കിലും തിന്മയുടെ കാര്യത്തിൽ, അപ്പൊ നന്മയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അവന് ശിക്ഷയില്ല. അപ്പൊ മനസ്സിൽ കേവലം ഒരു ചിന്ത വന്ന് അത് അതുപോലെ മടങ്ങിപ്പോയി, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് പ്രതിഫലമോ ശിക്ഷയോ ഇല്ല. അപ്പൊ ഇവിടെ ശിക്ഷയില്ല എന്ന് പറയാനുള്ള തെളിവ് എന്താണ്?
അറിയപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തജാവസ ലീ അൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു, മാ ഹദ്ദസത് ബിഹി അൻഫുസഹ, അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അല്ലെ മനസ്സിൽ തെറ്റ് ചെയ്യാൻ തോന്നി, എത്ര മോശമായ കാര്യമാണെങ്കിലും, മാ ലം യതകല്ലമു ഔ യഅമലു, അവർ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തിടത്തോളം, അത് പുറത്തു വരാത്തിടത്തോളം കാലം, അത് എത്ര മോശപ്പെട്ട കാര്യമാണെങ്കിലും തജാവസ, അള്ളാഹു അത് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ നന്മതിന്മകൾ രേഖപ്പെടുത്തുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. നന്മയുടെ 3 അവസ്ഥകൾ നമ്മൾ പറഞ്ഞു, തിന്മയുടെ 3 അവസ്ഥകൾ പറഞ്ഞു. ഇനി അടുത്തൊരു മസ്അല ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഒരു അടിമയുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ രേഖയുടെ വിശാലത നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും രേഖപ്പെടുത്തുന്നുണ്ട്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ, ചെറിയ ഒരു പ്രവൃത്തി പോലും വിട്ടുപോയിട്ടില്ല എന്ന് പരലോകത്ത് വെച്ച് പറയും. അത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഒരു നന്മ ചെയ്യാൻ മനസ്സിൽ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ മനസ്സിൽ തീരുമാനമെടുത്തു, അതുപോലും എഴുതപ്പെടുന്നുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് വിശുദ്ധ ഖുർആൻ അല്ലാഹു വിശദീകരിച്ച കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ട്, ഒന്നും അവർ വിട്ടുകളയുകയില്ല. ഇക്കാര്യം ഈ ഹദീസിൽ മനസ്സിലാക്കാം. അടുത്തൊരു മസല, ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു ഈ ഹദീസ് ഹദീസ് റജായിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാക്കുന്ന ഹദീസുകളും ആയത്തുകളും ഉണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ഹദീസ്. എന്താണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റഹ്മത്ത്? എങ്ങനെയാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇതിൽ സൂക്ഷിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് പലതരത്തിൽ പ്രകടമാകുന്നതാണ്. ഒന്ന്, ചെയ്യാത്ത ഹസനത്ത് അള്ളാഹു രേഖപ്പെടുത്തുന്നു. മനസ്സിൽ വിചാരിച്ച നന്മ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു അത് നമുക്ക് രേഖപ്പെടുന്നു. അപ്പൊ നന്മകൾ പരമാവധി മനസ്സിൽ വിചാരിക്കുക, ആഗ്രഹിക്കുക, ഹജ്ജ് ചെയ്യാൻ മനസ്സിൽ തീരുമാനിക്കുക, സാധിച്ചാൽ ചെയ്യും എന്നുള്ള നിയത്ത് വെക്കുക. അതുപോലെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമുക്കിപ്പോൾ നിലവിൽ സാധിക്കുന്നില്ലെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ പഠിക്കും എന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യുക, അതിനുള്ള അവസരവും അസ്ബാബുകളും ഒത്തുവന്നാൽ ഞാൻ ചെയ്യും എന്നുള്ള തീരുമാനമെടുക്കുക. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒന്നാമത്തെ രൂപം, ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ള ഒന്നാമത്തെ രൂപം. അള്ളാഹു തആല ചെയ്യാത്ത നന്മകൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നു. രണ്ടാമത്തേത്, നന്മകൾ രേഖപ്പെടുത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു തആല ഉപയോഗിച്ച വാക്കെന്താണ്? ഹസനത്തൻ കാമില. അതായത് ചെയ്യാത്ത നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യാൻ സാധിക്കാതെ പോയ നന്മയെക്കുറിച്ച് പറഞ്ഞത് ഫൈൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില, ഒരു പരിപൂർണ്ണ നന്മയെ തന്നെ രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ കാമിലത്ത് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. മൂന്നാമത്തെ രൂപം, ഈ നന്മയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇൻദഹു എന്നാണ്. കതബഹ അല്ലാഹു ഇൻദഹു, അള്ളാഹു അവന്റെ അടുക്കൽ രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ അമല്, ആ അമലിന് അള്ളാഹു ഒരു വലിയ സ്ഥാനം കൊടുത്തു, അള്ളാഹുവിന്റെ അടുക്കൽ അതിനെ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. നാലാമത്തെ കാര്യം, പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോ മൻ ഹമ്മ ബിസയ്യിഅത്തിൻ വലം യഅമൽഹ, പാപം ചെയ്യാൻ തീരുമാനിച്ചു, അള്ളാഹിനെ പേടിച്ചിട്ട് അത് ഉപേക്ഷിച്ചാൽ അത് നന്മയായി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ നന്മ ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല, ഒരു തിന്മയാണ് ചെയ്യാൻ ശ്രമിച്ചത്, പക്ഷെ അള്ളാഹുവിനെ പേടിച്ചത് ഉപേക്ഷിച്ചാൽ അത് അള്ളാഹു ഒരു നന്മയെ രേഖപ്പെടുത്തുന്നു. അഞ്ചാമത്തെ രൂപം, ഒരാൾ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, അത് ചെയ്യുകയും ചെയ്തു, അത് അള്ളാഹു രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ സയ്യിഅത്തൻ വാഹിദ എന്നാണ് പറഞ്ഞത്. നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹസനത്തൻ കാമില, പൂർണ്ണമായ നന്മ എന്ന് പറഞ്ഞു. തിന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു തിന്മ, അത് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നേ ഉള്ളൂ, അതിൽ കൂടുതലില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പ്രയോഗിച്ചത്. ആറാമത്തെ വജ്ഹ് അല്ലെങ്കിൽ ആറാമത്തെ രൂപം, നന്മയുടെ കാര്യത്തിൽ മുളാഅഫത്ത് ഇലാ 700 ളൈഫിൻ ഇലാ അദ്ആഫിൻ കസീറ, 10 മുതൽ 700 വരെ ഇരട്ടി അല്ലെങ്കിൽ അതിലും കൂടുതൽ അള്ളാഹു ഇരട്ടിയായി നൽകും എന്ന് പറഞ്ഞു. തിന്മയുടെ കാര്യത്തിൽ മുളാഅഫത്ത് ഇല്ല, ഇരട്ടിയാക്കുന്ന പരിപാടിയില്ല. അടുത്ത മസ്അല, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു മസ്അല, നമ്മൾ ഈ ഹദീസിന്റെ വാചകങ്ങളിൽ കണ്ടതാണ്, നന്മ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും, പക്ഷെ തിന്മ ഇരട്ടിയാക്കുകയില്ല. നന്മ ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് 10 ഇരട്ടി പ്രതിഫലം നൽകും. തിന്മയാണെങ്കിൽ ഒരു തിന്മക്ക് അതിന് തുല്യമായ ശിക്ഷ മാത്രം, അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്താൽ ആ ഒരു പാപമായിരിക്കും അവന്റെ പേര് രേഖപ്പെടുത്തുക. പക്ഷേ ചില സന്ദർഭങ്ങളിൽ തിന്മകളുടെ ഗൗരവം കൂടും. ഒരു തിന്മ 2ആയി അള്ളാഹു രേഖപ്പെടുത്തുകയില്ല ഒരിക്കലും, പക്ഷെ ഒരേ തിന്മ തന്നെ 2 സന്ദർഭത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം കൂടാൻ സാധ്യതയുണ്ട്. ആ തിന്മ ചെയ്ത സ്ഥലം, സമയം,
ചെയ്യുന്ന അവസ്ഥ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് കൂടുതൽ കടുത്തതാവാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന സ്ഥലത്തിന് അനുസരിച്ച് ഈ തിന്മയുടെ ഗൗരവം കൂടുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഹറമിൽ വെച്ച് ചെയ്യുന്ന തെറ്റുകൾ. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഹറമിനെ കുറിച്ച് പറഞ്ഞു, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദ്ദിഖ്ഹു മിൻ അദാബിൻ അലീം. ആരാണോ ഹറമിൽ വെച്ച് ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, യുരിദ് എന്നാണ് പറഞ്ഞത്, ഉദ്ദേശിക്കുക, ഇറാദത്ത്, നുദ്ദിഖ്ഹു മിൻ അദാബിൻ അലീം, അവൻ വേദനയേറിയ ശിക്ഷ ഞാൻ ആസ്വദിപ്പിക്കുന്നതാണ്. അപ്പൊ ഹറമിൽ വെച്ച് തെറ്റ് ചെയ്യണ്ട, ചെയ്യാൻ ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ സമയത്തിനനുസരിച്ച്, തെറ്റ് ചെയ്യുന്ന കാലത്തിനനുസരിച്ച് അതിന്റെ ഗൗരവം കൂടും എന്നതിന്റെ ഉദാഹരണമാണ് അൽ അശ്ഹറുൽ ഹുറും, അള്ളാഹു പവിത്രമാക്കിയ, യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ. ഈ 4 മാസങ്ങൾ ചെയ്യുന്ന തെറ്റിന് ഗൗരവം കൂടുതലാണ്. ജാഹിലിയത്തിൽ പോലും അറബികൾ ഈ 4 മാസം അവർ പേടിച്ചിരുന്നു, യുദ്ധം ചെയ്യുകയില്ല ഈ 4 മാസം, കാരണം അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളായതുകൊണ്ട്. അവരെന്ത് ചെയ്യുമായിരുന്നു? അവർക്ക് അത്രയും അത്യാവശ്യം വന്നാൽ, യുദ്ധം ചെയ്യൽ അനിവാര്യമായി വന്നാൽ എന്ത് ചെയ്യും? അവർ മാറ്റും, ഈ മാസം മാറ്റും. ഇപ്പം മുഹറം ആണെങ്കിൽ അവർ പറയും ഇത് മുഹറമല്ല, സഫറാണെന്ന് പറയും. എന്നിട്ട് അടുത്ത മാസം മുഹറമാക്കി മാറ്റും, എന്നിട്ട് യുദ്ധം ചെയ്യും. അത്രയും അവർ ബഹുമാനിച്ചിരുന്നു ഈ മാസങ്ങളെ. സൂറത്ത് തൗബയിൽ അല്ലാഹു തആല വിശദീകരിച്ചു, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ. അതിനാണ് നസീ എന്ന് പറയുക, മാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന പരിപാടി, അത് കുഫറാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ ഈ കുഫർ അവർ ചെയ്യാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഈ നിയമത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഈ 4 മാസങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഗൗരവം കൂടുതലാണ്. ഒരു ഹദീസിൽ കാണാം, അസറിൽ കാണാം, താബിഈയായ ഖതാദ ഇബ്നു ദഅാമ സദൂസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇഅ്ലമു അന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും, ഈ പവിത്രമായ മാസങ്ങൾ ചെയ്യുന്ന ദുൽമ് അഅ്ളമു ഖതീഅതൻ വവിസ്റൻ ഫീമാ സിവാ ദാലിക്, മറ്റു മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഭാരമുള്ളതാണ്, മറ്റു മാസങ്ങൾ ചെയ്യുന്ന തെറ്റുകളെക്കാളും ഗൗരവമുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ചെയ്യുന്ന തെറ്റിന്റെ അവസ്ഥക്കനുസരിച്ച് ഒരേ തെറ്റ് തന്നെ ചിലപ്പോൾ 2 ആൾ ചെയ്താൽ അവർക്ക് 2 ശിക്ഷയായിരിക്കും, അതിന്റെ ഗൗരവത്തിൽ വ്യത്യാസം വരും. അതിന് ഉദാഹരണമാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ, 3 ആളുകളോട് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ അല്ലാഹു ശുദ്ധീകരിക്കുകയില്ല, അഥവാ അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരെ അല്ലാഹു തിരിഞ്ഞു നോക്കുകയില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അവർ നോക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ആരാണ് ഈ 3 പേര്? ഷെയ്ഖുൻ സാൻ, വൃദ്ധനായ ഒരു വ്യഭിചാരി, പ്രായമായിട്ട് വ്യഭിചരിക്കുന്ന ഒരുത്തൻ. വമലിക്കുൻ കദ്ദാബ്, കളവ് പറയുന്ന ഒരു രാജാവ്, ഭരണാധികാരി. വആയിലുൻ മുസ്തക്ബിർ, ദരിദ്രനായ ഒരു അഹങ്കാരി, അല്ലെങ്കിൽ അഹങ്കാരിയായ ഒരു ദരിദ്രൻ. ഈ 3 പേരെ അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല. എന്താണ് ഈ 3 പേരുടെയും പ്രത്യേകത? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതുപോലെ ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് കാണാം. ഈ 3 പേർക്കും അവരവർ ചെയ്ത ഈ തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ കുറവാണ്. ഷെയ്ഖുൻ സാനി, അല്ല ഒരു വൃദ്ധൻ, ഒരു യുവാവിന്റെ അത്രയും വികാരം ഉണ്ടാവുകയില്ല. അവൻ വ്യഭിചരിക്കാതിരിക്കാനുള്ള അത് എളുപ്പമാണ്, വ്യഭിചാരം ഉപേക്ഷിക്കാൻ അവൻ എളുപ്പമാണ്, എന്നിട്ടും ആ തെറ്റ് അവൻ ചെയ്തു. അപ്പൊ അത് അള്ളാഹുവിനെ അത്രയും പേടിക്കാത്തത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ കൽപ്പന അത്രയും നിസ്സാരമായി കണ്ടതുകൊണ്ടാണ്. അല്ല, ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്യാനുള്ള പ്രേരണയുണ്ടായി, അറിയാതെ സംഭവിച്ചു പോയി, അവന്റെ വികാരം അവനെ കീഴടക്കി, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെന്താണ്? ഇത് അള്ളാഹുവിനെ അത്രയും നിസ്സാരമായി കണ്ടതുകൊണ്ടാണ്. അതുപോലെ മലിക്കുൻ കദ്ദാബ്, രാജാവ് കളവ് പറയുകയാണെങ്കിൽ, എന്തിനാണ് രാജാവ് കളവ് പറയുന്നത്? സാധാരണ ആളുകൾ കളവ് പറയുക എന്തിനാണ്? എന്തെങ്കിലും ആരെങ്കിലും പേടിച്ചിട്ട്, അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. രാജാവിന് ആരെയും പേടിക്കാനില്ല, ആരുടെ അടുത്തു നിന്നും കിട്ടാനുമില്ല, ജനങ്ങളുടെ അടുത്ത് നിന്ന്. ജനങ്ങളെല്ലാവരും രാജാവിന്റെ കീഴിലാണ്. എന്നിട്ടും കളവ് പറയുകയാണെങ്കിലോ, അത് യാതൊരു ആവശ്യവുമില്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന അത്രയും ലാഘവത്തോടെ കണ്ടതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആയിലുൻ മുസ്തക്ബിർ, അഹങ്കാരിയായ ഒരു ദരിദ്രൻ. പണക്കാരന് അഹങ്കാരം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്ന, സമ്പത്തുണ്ടായാൽ മനുഷ്യന് തുകയാൻ, ധിക്കാരം വരും. പക്ഷെ ദരിദ്രനായ മനുഷ്യൻ അവനെന്തിനാണ് അഹങ്കരിക്കുന്നത്? അപ്പോൾ ഈ 3 പേർക്കും ഇത്രയും വലിയ ശിക്ഷ ഉണ്ടാവാനുള്ള കാരണം ഇതാണ്. അവർക്ക് ആ തെറ്റ് ചെയ്യാനുള്ള അവസ്ഥ കുറവാണ്, അതിനുള്ള പ്രേരണയും സാഹചര്യവും കുറവാണ്. എന്നിട്ടും അവർ കഷ്ടപ്പെട്ട് ആ തെറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ആ തെറ്റിന് അതിന്റെ ഗൗരവം കൂടും. എന്നാലും ഇരട്ടിയാവുകയില്ല. ഒരു വയസ്സായ വ്യക്തി വ്യഭിചരിച്ചു, അവൻ 2 പ്രാവശ്യം വ്യഭിചരിച്ച ശിക്ഷ ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ അവന് ഒരു യുവാവിന്റെ അടുത്ത് നിന്ന് തെറ്റ് സംഭവിക്കുന്നതിനേക്കാളും ഗൗരവം ഉണ്ടാവും അവൻ ചെയ്ത തെറ്റിന്. അതുപോലെ തന്നെ രാജാവ് കളവ് പറഞ്ഞാൽ 2 കളവ് പറഞ്ഞ ശിക്ഷ അവനില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ കളവ് പറഞ്ഞതിനേക്കാളും ഗൗരവമുള്ളതായിരിക്കും. അപ്പോൾ തിന്മയുടെ കാര്യത്തിൽ മുദാഅഫത്തില്ല, പക്ഷെ തഅളീം, അതിന്റെ ഗൗരവം കൂടുക എന്നുള്ള അവസ്ഥ സ്ഥലത്തിനും സമയത്തിനും ചെയ്യുന്ന ആളുടെ അവസ്ഥക്കും അനുസരിച്ച് വ്യത്യാസമുണ്ടാകാം. ഇനി നമ്മൾ പറഞ്ഞു, നന്മ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും.
10 മുതൽ 700 വരെ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഇരട്ടിയായി അള്ളാഹു തആല രേഖപ്പെടുത്തും. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇരട്ടിയായി കൊടുക്കുന്നത്? വെറുതെ അള്ളാഹു ഓരോരുത്തർക്കും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇരട്ടിയായി കൊടുക്കുകയാണോ? അങ്ങനെയല്ല. നേരെ മറിച്ച് അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഹദീസുകളിലും ആയത്തുകളിലും വിശദീകരിച്ചിട്ടുള്ളതാണ്. ചില സബബുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം വർദ്ധിക്കും. അത് ചുരുക്കി പറഞ്ഞാൽ ഈ അമൽ ചെയ്യുന്നയാളുടെ ദീനിനനുസരിച്ച്, അയാളുടെ ദീൻ എത്രമാത്രം പരിപൂർണമാണ് അതിനനുസരിച്ച് ആ വ്യക്തിയുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം കൂടും, ഇരട്ടിയാകും. അല്ലെ, ഒരാള് നല്ല ദീനുള്ള ഒരാളാണ്, തഖ്വയുള്ള ഒരാളാണ്, ഇഖ്ലാസും ഇത്തിബാവും, ഇങ്ങനെ ഖുർആനും സുന്നത്തിനും പറയപ്പെട്ട കാരണങ്ങളുണ്ട് നന്മക്ക് പ്രതിഫലം വർദ്ധിക്കാൻ. ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ജീവിതത്തിലുള്ള ഒരു സാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ ചെയ്യുന്ന ഓരോ അമലിന്റെയും പ്രതിഫലം ഇരട്ടിയായിരിക്കും. ഒരു ഉദാഹരണത്തിന് പറയാണ്, ഒരാൾക്ക് ഒരു 60% ദീനുള്ള ഒരാളാണ്. അപ്പൊ അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അവൻ ഒരു ജുസ് ഓതിയാൽ അവൻ ചിലപ്പോ 100 ജുസ് ഓതിയ പ്രതിഫലമായിരിക്കും. ഒരു ഉദാഹരണത്തിന്. നേരെ മറിച്ച് നമുക്ക് ദീൻ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ജുസ് ഓതിയാൽ നമുക്ക് 10 ജുസിന്റെ പ്രതിഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവനവന്റെ ദീനനുസരിച്ച് ഇത് വ്യത്യാസം ഉണ്ടാകും. നല്ല ദീനുള്ള ഒരാളാണെങ്കിൽ അവന്റെ സ്വതക്ക അത് 100 ഇരട്ടി പ്രതിഫലം ഉണ്ടാകും, 200 ഉണ്ടാകും, 700 ഉണ്ടാകും. ഇങ്ങനെ ആ വ്യക്തിയുടെ ദീനനുസരിച്ച്. അപ്പൊ ഇങ്ങനെ അമലുകളുടെ പ്രതിഫലം ഇരട്ടിയാകാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, ഖുർആനിലും സുന്നത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ എത്രയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയുടെയും പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടാകും. ഈ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട അറിയപ്പെട്ട ഒരു കിതാബാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള ഒരു ചെറിയ റിസാല, അൽ അസ്ബാബ് വൽ അഅമാൽ അല്ലതി യുദാഅഫു ബിഹാ അസ്സവാബ്. പ്രതിഫലം ഇരട്ടിയാക്കാൻ കാരണമാകുന്ന സബബുകൾ എന്ന് പറഞ്ഞു. അതിന്റെ കുറച്ച് ഭാഗം വായിക്കാം. ഷെയ്ഖിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇങ്ങനെ പ്രതിഫലം ഇരട്ടിയാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഷെയ്ഖ് അതേ മറുപടി പറയുന്നു, അൽ ജവാബു വബില്ലാഹി തൗഫീഖ് അമ്മ മുദാഅഫത്തുൽ അമലി ബിൽ ഹസനതി ഇലാ 10 അംസാലിഹ. 10 ഇരട്ടി കിട്ടാനുള്ള സബബ് നമ്മൾ പറഞ്ഞു. ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ 1 മുതൽ കൂടുതലുള്ളതൊക്കെ ഇരട്ടിയാണ്, 2, 3 ഒക്കെ ഇരട്ടിയാണ്. അപ്പൊ 10 വരെയുള്ള ഇരട്ടികൾ ഫഹാദ ലാ ബുദ്ദ മിൻഹു ഫി കുല്ലി അമലിൻ സാലിഹ്, അതെല്ലാവർക്കും ഉള്ളതാണ്. 10 ഇരട്ടി എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. ഖാല തആല മൻ ജാഅ ബിൽ ഹസന, ആരാണ് ഒരു നന്മ ചെയ്യുന്നത്, ഫലഹു 10 അംസാലിഹ. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞതാണ്, അവന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. വഅമ്മൽ മുദാഅഫത്തു ബിസിയാദത്തിൻ അൻ ദാലിക, ഈ 10ൽ കൂടുതൽ ഇരട്ടിയാക്കുകയാണെങ്കിൽ ഫലഹ അസ്ബാബ്, അതിന് പല കാരണങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കുറെ പ്രതിഫലം കിട്ടും. നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളൊക്കെ അതിന്റെ പ്രതിഫലം ഇരട്ടിയായി മാറും, നമുക്ക് അധ്വാനം കൂടുതൽ, പ്രത്യേകിച്ചൊരു അധ്വാനം ഇല്ലാതെ തന്നെ. ഷെയ്ഖ് പറയാണ്, അതിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫലഹ അസ്ബാബുൻ ഇമ്മ മുതഅല്ലിഖത്തുൻ ബിൽ ആമിൽ, ചില കാരണങ്ങൾ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അവന്റെ ചില സ്വഭാവങ്ങളും ചില സിഫാത്തുകളും മാറുന്നതിനനുസരിച്ച് ഉള്ളതാണ്. വബിൽ അമലി നഫ്സിഹി, ചില സബബുകൾ അമലിനനുസരിച്ചുള്ളതാണ്. ചില അമലുകൾക്ക് പ്രതിഫലം ഇരട്ടിയാകും. ഔ ബി സമാനിഹി ഔ ബി മക്കാനിഹി ഔ ആസാരിഹി, അല്ലെങ്കിൽ ചിലത് ആ അമൽ ചെയ്യുന്ന സമയത്തിനനുസരിച്ച്, അത് ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച്, അതിന്റെ ഫലത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും. ഫമിൻ അഹമ്മി അസ്ബാബിൽ മുദാഅഫതി ഇദാ ഹഖഖ അൽ അബ്ദു ഫി അമലിഹി അൽ ഇഖ്ലാസ് ലിൽ മഅബൂദി വൽ മുതാബഅത ലിർ റസൂൽ. അപ്പോൾ അമൽ ചെയ്യുന്ന ഒരാൾ, അയാളുമായി ബന്ധപ്പെട്ട സബബാണ് ഇഖ്ലാസും മുതാബഅത്തും ഉണ്ടാവുക എന്നുള്ളത്. ഒരാൾക്ക് ഇഖ്ലാസ് കൂടുതലാണ്, അതുപോലെ സുന്നത്ത് പിന്തുടരുന്ന സ്വഭാവം കൂടുതലാണെങ്കിൽ ഓരോ അമലിലും അങ്ങേയറ്റത്തെ ഇഖ്ലാസോട് കൂടിയാണ് അവൻ ആ അമൽ ചെയ്യുക. അതുപോലെ തന്നെ ചെയ്യുന്ന അമലുകൾ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുണ്ട്. ഇങ്ങനെയുള്ള ആൾക്ക് പ്രതിഫലം ഇരട്ടിയാവും. كما ورد في عدة آيات وأحاديث هذا المعنى, ഈ ആശയം ഖുർആനിലും സുന്നത്തിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. കഖൗലിഹി തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് അമലുകൾ സ്വീകരിക്കുക. ഇവിടെ മുത്തഖീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്ലാസും ഇത്തിബാമുള്ള ആളുകൾ, ആ അമലിന്റെ കാര്യത്തിൽ തഖ്വ കാണിക്കുന്നവർ. എന്താണ് അമലിന്റെ കാര്യത്തിലുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ? അത് ഇഖ്ലാസോടെ ചെയ്യുക, ഇത്തിബാഓട് കൂടി ചെയ്യുക. ശൈഖ് പറയുന്നു, അൽ മുത്തഖീന ഫി അമലിഹിം ബിതഹ്ഖീഖിൽ ഇഖ്ലാസി വൽ മുതാബഅ, ഇഖ്ലാസും മുതാബഅത്തും ഉള്ള ആളുകൾ. വകമാ ഫി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ, ആരാണ് റമദാൻ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നോമ്പ് നോറ്റത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. വഗൈരിഹ മിനൻ നുസൂസ്, ഇതുപോലെ ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട്.
അഥവാ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിൽ നല്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാക്കാനുള്ള പരിശ്രമമുണ്ടെങ്കിൽ പ്രതിഫലം ഇരട്ടിയാകും. വൽ ഖലീലു മിനൽ അമലി മഅൽ ഇഖ്ലാസിൽ കാമിൽ, നല്ല ഇഖ്ലാസോടുകൂടി കുറച്ച് അമൽ ചെയ്താൽ യർജഹു ബിൽ കസീരി അല്ലദീ ലം യസിൽ ഇലാ മർതബതിഹി ഫി ഖുവ്വത്തിൽ ഇഖ്ലാസ്, അത്രയും ഖുവ്വത്ത്, ഇഖ്ലാസിന്റെ കാര്യത്തിൽ അത്രയും ഖുവ്വത്തില്ലാത്ത ഒരാൾ ധാരാളം അമൽ ചെയ്യുന്നതിനേക്കാളും ഇത് ഉയർന്നു നിൽക്കും. ഒരാൾക്ക് നല്ല ഇഖ്ലാസ് ഉണ്ട്, ചെയ്ത അമൽ കുറവാണ്. മറ്റൊരാൾക്ക് ഇഖ്ലാസ് കുറവാണ്, ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്. ഈ കുറഞ്ഞ അമൽ ചെയ്തയാള് മുദാഅഫത്ത് കൊണ്ട്, അള്ളാഹു അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ഇരട്ടിയാക്കുന്നത് കൊണ്ട് മറ്റവനെ തോൽപ്പിക്കും. രണ്ടാമത്തെ കാരണം, അടുത്ത കാരണം ശൈഖ് പറയുകയാണ്, വയദ്ഖുലു ഫിൽ അഅമാലി സ്സാലിഹത്തി അല്ലതി തതഫാദൽ തർകു മാ തശ്തഹീഹി അൻ-നുഫൂസ് മിന അശ്-ശഹവാത്തിൽ മുഹറമ. മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന തിന്മകൾ ഉപേക്ഷിക്കുക, അത് പ്രതിഫലം ഇരട്ടിയാകാൻ കാരണമാകും. വഖിസ്സത്തു അസ്ഹാബിൽ ഗാരി ഷാഹിദത്തുൻ ബിദാലിക്, ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ കഥ അതിനുള്ള തെളിവാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഈ 3 ആളുകൾ ഒരു ഗുഹയിൽപ്പെട്ടു. ആ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു പാറ വന്ന് അതിന്റെ വാതിൽക്കൽ, അതിന്റെ കവാടത്തിൽ വന്ന് അടച്ചു. ഇവരവിടെ കിടന്ന് മരിക്കുന്ന അവസ്ഥയാണ്. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും പുറത്തു വരികയും ചെയ്തു. ഈ 3 പേരും അവരവർ ചെയ്ത ഓരോ അമലുകൾ എടുത്തു പറഞ്ഞിട്ടാണ് ദുആ ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 3 പേരും ചെയ്ത അമലുകൾ എന്തൊക്കെയാണ്? ചുരുക്കി പറഞ്ഞാൽ ബിറുൽ വാലിദൈൻ, ഒരാൾ ചെയ്തത് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും പരിഗണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തവൻ്റെത് ഹിഫ്ദുൽ ഫർജ്, അവന്റെ ലൈംഗിക വിശുദ്ധി അവൻ കാത്തു സൂക്ഷിച്ചു. മൂന്നാമത്തവൻ അമാനത്ത്, അവന് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു അമാനത്ത്, അത് തിരിച്ചു ചോദിക്കാൻ വരില്ല, ഏൽപ്പിച്ചയാൾ ഇനി ഒരിക്കലും അവനെ കാണുകയില്ല എന്ന് അറിഞ്ഞിട്ടും അത് എടുത്തു വെക്കുകയും അവനെ പിന്നീട് യാദൃശ്ചികമായി കണ്ടപ്പോൾ അത് തിരിച്ചു ഏൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഇവർ 3 പേരും ചെയ്തത്. ഇതേ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടാകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 പേരുടെയും കഥ നമുക്ക് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതുപോലെ ഇവർക്ക് 3 പേർക്കും ദുനിയാവിൽ തന്നെ അള്ളാഹു വലിയൊരു അത്ഭുതം കാണിച്ചു കൊടുത്തു. അവർ ഈ മരണത്തിന്റെ വക്കിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. എന്താണ് ഇവിടെ പ്രത്യേകത? ഈ 3 വകുപ്പിൽപ്പെട്ട അമലുകൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാകും. ബിറുൽ വാലിദൈൻ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ചെറിയ രൂപത്തിൽ. അതുപോലെ തന്നെ ഹിഫ്ദുൽ ഫർജ്, വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, എല്ലാവരും വിട്ടുനിൽക്കുന്നുണ്ട്, ധാരാളം മുസ്ലിങ്ങൾ വിട്ടുനിൽക്കുന്നുണ്ട്. അമാനത്ത്, നമ്മൾ ഓരോരുത്തരും അവനവന്റെ ജോലിയിലൊക്കെ അമാനത്ത് കിടത്തുന്നവരാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താണ്? നമ്മളെപ്പോലെ സഹാബത്തിന്റെ കാലത്ത് അതിനേക്കാൾ ഈ സിഫാത്തുകളുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള സഹാബത്തിന് മുന്നിൽ മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ 3 പേരെയും പറഞ്ഞു കൊടുക്കാനുള്ള കാരണം, ഇവർക്ക് 3 പേർക്കും ഈ അമലുകൾ ചെയ്യാൻ വലിയ തടസ്സമുണ്ടായിരുന്നു. അവരുടെ നഫ്സിന്റെ ശഹ്വത്ത് വലിയ വെല്ലുവിളിയായിരുന്നു. ബിറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തത് എങ്ങനെയാണ്? അയാൾ ജോലി കഴിഞ്ഞ് പാലുമായി വന്നപ്പോൾ വിശന്ന് കരയുകയാണ് മക്കൾ. അപ്പോൾ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. സാധാരണ അവർക്ക് പാല് കൊടുത്തിട്ടാണ് മക്കൾക്ക് കൊടുക്കാറുള്ളത്. അന്നും ആ ശീലം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ച് അവർ ഉണരുന്നത് കാത്തുനിന്നു. നേരം വെളുക്കുന്നവരെ അവർ ഉണർന്നില്ല. മക്കൾ ഈ ഉപ്പാന്റെ കാലിൽ കിടന്ന് കരയുകയാണ്. അദ്ദേഹം തന്റെ മാതാപിതാക്കൾ ഉണർന്നിട്ടേ ഇത് കൊടുക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ അള്ളാഹു തആല അവർക്ക് ആ അമല് അള്ളാഹു സ്വീകരിച്ചു. ഈ നമ്മൾ ചെയ്യുന്ന അമല് അത് ചെയ്യാൻ നമുക്ക് സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹു തആല കൂടുതലായി പ്രതിഫലം നൽകും. അതുപോലെ ശൈഖ് പറയുന്ന മറ്റൊരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം, വമിൻ അസ്ബാബിൽ മുദാഅഫ സിഹ്ഹത്തുൽ അഖീദ, അഖീദ ശരിയാവുക എന്നുള്ളത്. ഒരാളുടെ അഖീദ ശരിയാവുക എന്നുള്ളത് അവൻ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം ഇരട്ടി അവൻ കാരണമാകും. വഖുവ്വത്തുൽ ഈമാൻ ബില്ലാഹി വസിഫാതിഹി, ഒരാളുടെ ഈമാൻ, അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുമുള്ള ഈമാൻ ശരിയാവുക എന്നുള്ളത് അത് അമലുകളുടെ പ്രതിഫലം വർദ്ധിക്കാൻ കാരണമാകും. അല്ല, ചില ആളുകൾ ഈ ഫളായിലുൽ അമാൽ, അമലുകളുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പഠിക്കും. അതിനെക്കുറിച്ചുള്ള ഹദീസുകൾ ധാരാളമായി വായിച്ചു കൊടുക്കും, പഠിപ്പിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയും. അഖീദയുടെ കാര്യം പറഞ്ഞ ആളുകൾ തമ്മിൽ തെറ്റിക്കരുത് എന്ന് പറയും. യഥാർത്ഥത്തിൽ അമലുകൾ സ്വീകരിക്കാൻ അഖീദ ശരിയാവണം. അതുപോലെ തന്നെ അമലുകളുടെ പ്രതിഫലം ഇരട്ടിയാവാനും ഒരാളുടെ അഖീദ ശരിയായാൽ അത് കാരണമാകും. ചില മുൻഗാമികൾ പറഞ്ഞത് ശൈഖ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് അവിടെ ഉദ്ധരിക്കുന്നത് കാണാം. വലിഹാദ കാന സലഫ് യഖൂലൂൻ അഹ്ലുസ് സുന്നഹ് ഇൻ ഖഅദത് ബിഹിം അഅമാലുഹും ഖാമത് ബിഹിം അഖായിദുഹും. അഹ്ലുസ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ അമലുകൾ ഇരിക്കുകയാണെങ്കിലും അവരുടെ അഖീദ എഴുന്നേറ്റ് നിൽക്കും എന്ന് പറഞ്ഞാൽ അമലുകൾ വളരെ കുറവാണ്, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരാളുടെ അവസ്ഥയിലാണ് അമലുകളുടെ അവസ്ഥ. പക്ഷെ അവരുടെ അഖീദ എന്ത് ചെയ്യും? അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. അഖീദ അത്രയും ശുദ്ധമായിരിക്കും. അതുകൊണ്ട് അവർ ചെയ്യുന്ന ആ കുറഞ്ഞ അമലുകൾക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം നൽകുമെന്നർത്ഥം. വഅഹ്ലുൽ ബിദ്അ, ബിദ്അത്തുകാരാണെങ്കിലോ ഇൻകസറത അമാലുഹും ഖഅദത് ബിഹിം അഖായിദുഹും, ബിദ്അത്തിന്റെ ആളുകൾ എത്രയധികം അമലുകൾ ചെയ്താലും അവരുടെ അഖീദ അതിനെ നശിപ്പിച്ചു കളയും.
അതിനെ പിടിച്ചിരുത്തും അവരുടെ അഖീദ. അപ്പോൾ നമ്മുടെ തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, അതുപോലെ തന്നെ അഖീദയുടെ മറ്റ് ബാബുകൾ അത് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത ഉറപ്പുവരുത്താനും അതിന്റെ പ്രതിഫലം ഇരട്ടിയാക്കാനുമുള്ള മാർഗമാണ്. വമിൻ അസ്ബാബി മുദാഅഫത്തിൽ അമൽ, അതുപോലെ പ്രതിഫലം ഇരട്ടിയാകാനുള്ള മറ്റൊരു സബബാണ് നഫ്ഉഹാ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ളതാവുക എന്നുള്ളത്. ഒരു അമല് ഒരാൾ ചെയ്യുന്നു, ഉദാഹരണത്തിന് സദക്ക, അത് ഒരു വ്യക്തിക്ക് മാത്രം ഉപകാരമുള്ള ഒരു രീതിയിൽ സദക്ക ചെയ്യാം. നമ്മുടെ ഒരു ബന്ധുവിന് അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്, ദരിദ്രനായൊരു വ്യക്തിക്ക് അവൻ്റെ ജീവിത ചെലവുകൾക്ക് വേണ്ടി കൊടുക്കാം, നല്ല കാര്യമാണ്, അതിന് വലിയ പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് മറ്റൊരാൾ കൊടുത്തത് കുറേ സാധുക്കൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു വഖഫ് ചെയ്താലോ, ഒരു കെട്ടിടം വാങ്ങിയിട്ട് അത് ആ നാട്ടിലെ സാധുക്കൾക്ക് അതിൻ്റെ വരുമാനം വിതരണം ചെയ്യുന്ന രീതിയിൽ അത് വഖഫ് ചെയ്തു, നിലനിൽക്കുന്ന രൂപത്തിൽ ഉള്ള സദഖത്തുൻ ജാരിയ, അങ്ങനെ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഇരട്ടിയായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കി, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ദീനിയോ ദുന്യവിയോ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി, മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ, അതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സബബ് ഷെയ്ഖ് പറയുന്നത് മിനാദമി, ഇങ്ങനെ മുസ്ലിമുകൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് കൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ്, വ മുജാദലത്തുൽ മുൻഹരിഫീൻ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിഴച്ചു പോയിട്ടുള്ള ആളുകളോട് എൽമിന്റെ അടിസ്ഥാനത്തിൽ സംവദിക്കുക എന്നുള്ളത്, അവരുടെ പിഴച്ച വാദങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത്. വമിന അളമിൽ ജിഹാദ്, ജിഹാദിന്റെ ഏറ്റവും വലിയ രൂപമാണ് സുലൂഖു തുറുഖി തഅല്ലുമി വതഅലീം, ദീൻ പഠിക്കുക എന്നുള്ളത്. ഫൈനൽ ഇസ്തിഗാല ബിദാലിക, അങ്ങനെ ഇൽമുമായി മുഴുകുക എന്നുള്ളത്, ഇൽമു പഠിക്കാൻ സമയം ചെലവഴിക്കുക എന്നുള്ളത്, ലിമൻ സഹദ് നിയ്യത്തുഹു, നിയ്യത്ത് ശരിയായി കഴിഞ്ഞാൽ, ലാ യുവാസിനുഹു അമലും മിനൽ അമാൽ, ഒരു അമലും അതിന് തുല്യമാവുകയില്ല. ലിമാ ഫീഹി മിൻ ഇഹ്യാഇൽ ഇൽമി വദ്ദീൻ, കാരണം ദീൻ ഹയാത്താവാൻ അത് സബബാകുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇങ്ങനെ ഏതാനും സബബുകൾ കൂടി അദ്ദേഹം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ റിസാല കഴിയുന്ന ആളുകൾ വായിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സിഫാത്തുകൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇഖ്ലാസ്, അതുപോലെ ശരിയായ അഖീദ, അതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലുള്ള അമലുകൾ, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന അമലുകൾ, ത്വലബുൽ ഇൽമ്, അള്ളാഹുവിന്റെ ദീനിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് ചെറിയ അധ്വാനം കൊണ്ട് കൂടുതൽ പ്രതിഫലം കിട്ടാനുള്ള മാർഗങ്ങളാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഹസനാത്തുകളും സയ്യിആത്തുകളും എഴുതപ്പെടുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. ചില പണ്ഡിതന്മാർ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ദുൽ അൽ ഖുസൈർ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഉപദേശിക്കുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമാണ്, നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അവസ്ഥ നന്നാക്കാൻ, ജീവിതം നന്നാക്കാൻ, അമലുകൾ നന്നാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ അമലുകളുടെ രേഖയെക്കുറിച്ച് ചിന്തിക്കുക. ഇന്നും ഇന്നലെയുമൊക്കെ എൻ്റെ രേഖയിൽ എന്തായിരിക്കും പുതുതായി എഴുതപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായി, കഴിഞ്ഞ വർഷങ്ങളായി, ഇത്രയും കാലം നമ്മൾ ജീവിച്ച ഈ ആയുസ്സിനിടക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ രേഖയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവുക. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇടയ്ക്കൊക്കെ ഇരുന്ന് ആലോചിച്ച് നോക്കുന്നത് തൗബ ചെയ്യാനും നമ്മുടെ അമലുകൾ നന്നാക്കാനും ചെയ്യുന്ന സ്വാലിഹായ അമലുകളിൽ ഉറച്ചു നിൽക്കാനും നമ്മെ സഹായിക്കും. ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു നിമിഷം സങ്കല്പിച്ച് നോക്കാം, നമുക്ക് പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ മുഴുവനും അത് നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനിയുള്ളത് നന്നാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു പ്രദർശനം വരാനുണ്ട് നാളെ ആഖിറത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ അവസരത്തിൽ വഷളാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുകയും നന്മകൾ ചെയ്യാനും ചെയ്യുന്ന നന്മകളിൽ ഉറച്ചു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.